ഖാസി CM അബ്ദുല്ല മൗലവിയുടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്. സമസ്തയുടെ സമുന്നതനായ നേതാവും വൈസ് പ്രസിഡന്റും ചെമ്പരിക മംഗലാപുരം ഖാസിയുമായിരുന്ന CM അബ്ദുല്ല മൗലവി മരണപ്പെട്ട് 15 വർഷം പിന്നിട്ടു. പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം സമസ്ത നേതാക്കൾ പോലും ഉപേക്ഷിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കുടുംബവും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും മനോവിഷമത്തിലാണ്. 15 വർഷം നീണ്ട നിയമ പോരാട്ടം നിശ്ചലമായ അവസ്ഥ. കോടതിയിൽ CBI സമർപ്പിച്ച അവസാന റിപ്പോർട്ടും ആത്മഹത്യ എന്ന നിലയിൽ ആയിട്ടും അപ്പീൽ നൽകാൻ പോലും ആരും തയ്യാറായില്ല. കുടുംബത്തിന് ആവശ്യമായ പിന്തുണ സമസ്ത നൽകിയില്ല എന്നതാണ് ഉയരുന്ന ആരോപണം. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഒരു ആക്ഷൻ കമ്മിറ്റി ഞങ്ങളെ പടച്ചോനും എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏതാളുകളുടെ അടുത്ത് പോയാലും കൈമലർത്തുക എന്നല്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു മുമ്പോട്ട് പോകാനുള്ള വഴി തുറന്നു തരാൻ ഞങ്ങളുടെ കൂടെ ആരുമില്ല. ഏവരും ആദരിച്ചിരുന്ന സമസ്തയുടെ പണ്ഡിതൻ ആത്മഹത്യ ചെയ്യുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ആരാണ് മറുപടി പറയേണ്ടത്? സമസ്തയുടെ മൗനം ദുരൂഹത കൂട്ടുകയാണ്. വലിയ വലിയ ആളുകളെ കണ്ടിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിലിടപെടരുത്, അത് ഇടപെട്ടാൽ അങ്ങനെയാവുമെന്നൊക്കെ ഭീഷണി എന്ന് പറഞ്ഞാൽ സാത്വരായ നിഷ്കളങ്കരായ പണ്ഡിതന്മാരെ ഭയപ്പെടുത്തിയിട്ട് ആ രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു, ആണിമേടി വെച്ചിരിക്കുക. അത് തന്നെയാണ് അതിൻ്റെ പിന്നിൽ. വമ്പൻ സ്രാവുകളാണ് അതിനെ പിടിച്ചു കെട്ടാൻ. അതായത് സമസ്തയെ പോലും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. മനസ്സിലാകുന്നത് സമസ്ത നേതാക്കളെ പോലും ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ മാത്രം ശക്തരാണോ CM ഉസ്താദിനെ ഇല്ലാതാക്കിയവർ? മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ കറുത്ത കൈകൾ ആരുടേതാണ്? പിന്നിലുള്ള ആ വലിയ പ്രമാണിമാർ ആരൊക്കെ? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? ഒട്ടനവധി ചോദ്യങ്ങൾക്ക് വഴിവെക്കുകയാണ് കാസർകോട്ടെ പ്രമാദമായ CM അബ്ദുല്ല മൗലവി കേസ്. കൊലപാതകത്തിൽ സമസ്ത നേതാക്കൾക്ക് അറിവുള്ളതായി ഹക്കീം ഫൈസി അദ്രശ്ശേരി പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായി പുനരന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയും നിലവിലുണ്ട്. CM അബ്ദുല്ല മൗലവിയുടെ സുഹൃത്തും ചെമ്പരിക നിവാസിയുമായ മുസ്തഫ സർദാർ എന്ന മുൻ പ്രവാസി നൽകിയ പരാതിയാണ് വിഷയം വീണ്ടും സജീവമാക്കുന്നത്. ജീവിലെ തങ്ങൾക്ക് CM ഉസ്താദിനെ കൊന്നതുപോലെ കൊല്ലും എന്ന് വിഷയം ഉണ്ടായിരുന്നു. മൂപ്പർ പത്രസമ്മേളനം വിളിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ എന്നെ വിഷയം ഉണ്ടായിരുന്നത്? നാസർ മരിച്ച അന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു ഇത് ആത്മഹത്യയിലെ കൊല്ലെന്നുള്ളത്. ഈ മുഹമ്മദ് ഖാദർ എന്ന് പറഞ്ഞാൽ CM ഉസ്താദിൻ്റെ മകളെ ഭർത്താവ് ഫോൺ വിളിച്ച് മൂപ്പറെ വിഷയപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെറുക്കൾ അബ്ദുള്ള ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ഈ സുഖോടും വടകരെ വിളിച്ച് വരുത്തിയിട്ട് ഇത് ഇയാൾ പറഞ്ഞു തന്നിരിക്കുന്നത് നാസർ കൊടുത്തായി അബ്ദുൽ ഖാദർ ഭീഷണിപ്പെടുത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, അത് നാസർ ഫൈസിയെ ചോദിക്കണം പോലീസുകാരെ. ഓക്കെ. സംഭവത്തിൽ നിയമ പോരാട്ടം തുടരാനും കൊലയാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുമാണ് ഇദ്ദേഹത്തിന്റെ ശ്രമം. ഞാൻ സമസ്തയിൽ പല പ്രാവശ്യം പോയിരുന്നു. അവിടുത്തെ കളിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വരും ദിവസങ്ങളിൽ ആവശ്യമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകുമെന്ന് ചാനൽ RB കരുതുന്നു. സർദാർ മുസ്തഫ പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും ഗൗരവമുള്ളതാണ്. ഈ വിഷയങ്ങൾ ചാനൽ RB വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടും.